गौ हमारी माता है, जन्म जन्मांतर का नाता है। क्या मां और पुत्र के बीच में कुछ घोषित നിങ്ങളുടെ BJP നേതാക്കന്മാരായ ശ്രീ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ശ്രീ ആദിത്യനാഥിനോടൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, സർ എന്തുകൊണ്ട് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നില്ല ഇന്ത്യയിൽ? നമ്മുടെയൊക്കെ അമ്മയായിട്ട് കാണുന്നതല്ലേ? ദയവായി അതിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും അറക്കില്ലല്ലോ. ഇവിടെ നിയമം കൊണ്ടുവരൂ, പശുവിനെ അറുക്കുന്നവർക്ക് 10 വർഷം തടവ് ശിക്ഷ കൊണ്ടുവരൂ. അങ്ങനെയാണെങ്കിൽ പശുവിനെ ഇവിടെ അറുക്കുകയോ അതിനെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. നമസ്കാരം. പശു ഇന്ത്യയിൽ രാഷ്ട്രീയം കളിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായുള്ളൂ. പാവപ്പെട്ട പശുവിനെ ഇട്ട് രാഷ്ട്രീയം കളിക്കുന്ന ആളുകളുടെ കാര്യം ഇനി മാറ്ററിലേക്ക് വരാം. യോഗി ആദിത്യനാഥ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പശു ഇറച്ചിക്കെതിരെ അല്ലെങ്കിൽ പശുവിനെ കശാപ്പ് ചെയ്യുന്നതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഉഗ്രൻ പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയിലുള്ള മുസ്ലിം സമുദായം. വേറൊന്നുമല്ല, നമുക്കറിയാം കുറച്ച് നാളുകളായി തന്നെ BJP അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ബജ്രംഗ് പോലുള്ള സംഘടനകൾ ആവശ്യമാണ് പശു ഇറച്ചി വിൽക്കരുത്, പശുവിനെ കശാപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അവർ രംഗത്ത് വരികയും പശു ഇറച്ചി എന്ന് ആരോപിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളെ തല്ലിക്കൊല്ലുകയും റോഡിലൂടെ കെട്ടിവലിക്കുകയും അറുത്തു കൊല്ലുകയും വീടാക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നല്ലോ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതൊരു വമ്പനൊരു ട്വിസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിലെ കുറെ സംഘടനകൾ രംഗത്ത് വന്നത്. അവരിത്രേ പറഞ്ഞുള്ളൂ, ശരി, നിങ്ങൾ ദൈവമായി കാണുന്ന പശുവിനെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം. 2, അതിനെ ഇനി ആരും അറുക്കാൻ പാടില്ല, ഇന്ത്യയിൽ നിന്നും അറുത്ത് കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരത്തിലേക്ക് ഇറങ്ങി പെട്ടു. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന കേട്ടു നോക്കി. അതായത് അതെ, ശരിയാണ്, ഞങ്ങൾ പശുവിനെ ദൈവമായിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഞങ്ങൾ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അതിനെ കയറ്റുമതി വേണ്ടാന്ന് പറയുക ചെയ്യില്ല എന്നാണ് യോഗി ആദിത്യനാഥ് പോലും പറഞ്ഞത്. മറ്റൊരു BJP നേതാവ് പറഞ്ഞിരിക്കുന്നത് 14 കൊല്ലം അമ്മയായിട്ട് ഇരുന്നാൽ മതി, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പണി കൊടുത്തത് വേണം, വേറൊന്നുമല്ല. അതായത് ഇതിലൊരു കച്ചവടമുണ്ട്. ഈ കച്ചവടത്തെ കുറിച്ച് പറയണമെങ്കിൽ അതായത് ഈ BJPയുടെ അല്ലെങ്കിൽ BJP നേതാക്കന്മാർ പാർട്ടി കിട്ടുന്ന കോടികളുടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രം മനസ്സിലാവും. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെയേറെ ശ്രദ്ധിക്കുക. ഇത് BJP സംഘപരിവാരത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്കെതിരെ ആളുകളുടെ ചിന്ത, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെന്നുള്ള ചിന്ത മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ, ചിന്തിച്ചാൽ, പ്രവർത്തിച്ചാൽ നാളെ പൊതുസമൂഹം നിങ്ങളെ ഇന്ന് കുറ്റം പറഞ്ഞവർ നാളെ നിങ്ങളെ നല്ലത് പറയും. നമുക്ക് പശുവിൽ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ 3 കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് 3 കച്ചവടക്കാരെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഒന്ന് X എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ, Y എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ, Z എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ. അതായത് നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, X എന്ന് പറയുന്ന കച്ചവടക്കാരൻ കർഷകൻ, അദ്ദേഹം പശുവിനെയും അതുപോലെ അറുക്കാൻ പറ്റിയ മൃഗങ്ങളെയൊക്കെ വളർത്തിയെടുക്കുന്നു. Y എന്ന് പറയുന്ന കച്ചവടക്കാരൻ അത് വാങ്ങിക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പശുവിനെ 25,000 രൂപയ്ക്ക് അയാൾ മേടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അയാൾ നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ കശാപ്പ് ചെയ്ത് ഇറച്ചിയാക്കി ജനങ്ങൾക്ക് വിൽക്കുന്നു. അപ്പോൾ 25,000 രൂപയ്ക്ക് മേടിച്ച പശുവിനെ അയാൾ 40,000 രൂപയ്ക്ക് വിറ്റു. അയാൾക്ക് 15,000 ലാഭം കിട്ടി. ഈ കർഷകന് ഒരു 10-15,000 രൂപ ആയിരിക്കും ലാഭം കിട്ടി കാണുമായിരിക്കും, കൊച്ചിലെ പശുവിനെ മേടിച്ച് വളർത്തിയെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ 2 പേർക്കാണ് ലാഭം കിട്ടിയത് ഇവിടെ. ഒന്ന് കർഷകന് കിട്ടി, ഒന്ന് കച്ചവടക്കാരന് കിട്ടി. 2014 ശേഷം ഇവിടെ അതിനുശേഷമാണല്ലോ പശു രാഷ്ട്രീയവും പശുവിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നതും പശുവിന്റെ പേര് പശു ഇറച്ചി കൈവശം വെച്ചെന്ന പേരിൽ റോഡിലൂടെ കെട്ടിവലിക്കുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും വീട് പൊളിക്കുന്നതും ഒക്കെ അതിനുശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? ആളുകൾക്ക് ഭയമായി. പ്രത്യേകിച്ച് UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലോ ഉള്ള കച്ചവടക്കാർക്ക് ഭയമായി. ഈ കർഷകർ പശുവിനെ വളർത്തുന്നത് നിർത്തി. പിന്നെന്ത് സംഭവിച്ചു? ഈ കച്ചവടക്കാരൻ ഇറച്ചി വെട്ടും നിർത്തി, പശുവിനെ കശാപ്പം ചെയ്യുന്ന പരിപാടി നിർത്തി. അപ്പൊ എന്തായി? നമ്മുടെ നാട്ടിൽ പശുക്കളും അതുപോലുള്ള നാൽക്കാലികളൊക്കെ വർദ്ധിച്ചു, കൂടി വന്നു. ഇവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് പേടിയാണ്. അപ്പൊ ആരാണ് ഉദയം ചെയ്തത് അവിടെ? Z എന്ന് പറയുന്ന ഒരു ഭീമനായ കച്ചവടക്കാരൻ ഉദയം ചെയ്തു. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ലോകത്ത് ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ 2ാം സ്ഥാനമുള്ള രാജ്യമാണ് നമ്മുടേത്. ആ വരുമാനം
ഇന്ത്യയിലേക്ക് വന്ന് ഈ ബീഫ് കച്ചവടം ചെയ്യുന്ന മുതലാളിമാരുടെ പോക്കറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് BJP അതുപോലെ തന്നെ BJP ഷെയറുള്ള മുതലാളിമാർക്കും BJP പാർട്ടിക്കും ഒക്കെ അതിന്റെ ഫണ്ട് വരുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് വരികയാണ്. അപ്പൊ ഈ പശു രാഷ്ട്രീയത്തിന്റെ കച്ചവടം കൂടി ഞാൻ പറയുകയാണ്. സ്വാഭാവികമായും ഈ X എന്ന് പറയുന്ന കച്ചവടക്കാരനും Y എന്ന് പറയുന്ന കച്ചവടക്കാരനും മാറി. പിന്നെയുള്ള കാലികൾ ഈ പശുക്കളൊക്കെ എവിടെയാ പോകുന്നത്? Z എന്ന് പറയുന്ന കച്ചവട ഭീമനിലേക്ക് പോവുകയാണ്. അതായത് ആക്ച്വലി Z എന്ന് പറയുന്ന കച്ചവടക്കാരൻ ഈ പശു രാഷ്ട്രീയം ഇല്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് ഒരു പശുവിന് 30,000 കൊടുത്ത് മേടിക്കേണ്ടി വന്നേനെ, 1 ലക്ഷം രൂപയ്ക്ക് വിറ്റേനെ. അപ്പൊ 70,000 രൂപ ലാഭം. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ 30,000 രൂപയ്ക്ക് Z എന്ന് പറയുന്ന കച്ചവടക്കാരൻ, ഭീമാകാരനായ കച്ചവടക്കാരന് മേടിക്കേണ്ട പശു വെറും 2,000 രൂപയ്ക്ക് കിട്ടി തുടങ്ങി. ഇന്ത്യയിലുള്ള പശുക്കൾ മൊത്തം ഈ 2 കച്ചവടക്കാരെടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ കശാപ്പ് ചെയ്ത് കണ്ടിച്ച് പാർസലാക്കി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു. അപ്പോ എത്ര ലാഭം? 2,000 രൂപയ്ക്ക് പശുവിനെ കിട്ടിയിട്ട് 1 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പൊ 98,000 രൂപ ഒരു പശുവിന് പറഞ്ഞ ലാഭം. എക്സാമ്പിൾ ആണേ. അതാണ് ഇതിന്റെ കച്ചവടം. ആ 95,000 രൂപ ലാഭത്തിൽ നിന്നും ഇവിടെയുള്ള BJP ഷെയറുള്ള കമ്പനികൾ, BJP ഷെയറുള്ള ആളുകൾ, BJP ഫണ്ടിങ് ഒക്കെ ആ ലാഭത്തിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ പശുവിനെ കശാപ്പ് ചെയ്ത കമ്പനികളിൽ നിന്നും കോടികൾ ഇവർ മേടിക്കുകയും പുറത്ത് കച്ചവടം ചെയ്യുന്നവരെയും ഉപദ്രവിക്കുകയും അത് ചെയ്യാൻ പാടില്ലെന്ന് പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഇപ്പൊ മനസ്സിലായോ? ഇത് മനസ്സിലാക്കണം. അതായത് X എന്ന് പറയുന്ന കച്ചവടക്കാരനും Y എന്ന് പറയുന്ന കച്ചവടക്കാരനും ഇല്ലാതെ ഇവിടെയുള്ള പശുക്കൾ നേരെ എങ്ങോട്ട് പോകുന്നു? Z എന്ന് പറയുന്ന കച്ചവടക്കാരിലേക്ക് പോകുന്നു. അയാൾ അതിനെ കശാപ്പ് ചെയ്ത് വിദേശത്തേക്ക് അയച്ച് കോടികൾ ഉണ്ടാക്കുന്നു. അതിന്റെ ലാഭം ഇവർക്ക് ഷെയർ ചെയ്യുന്നു. ഇപ്പൊ മനസ്സിലായോ പശുവിന്റെ രാഷ്ട്രീയത്തിന്റെ കച്ചവടം എന്താണെന്നുള്ളത്? ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിനെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നു. അതായത് പശു ഇറച്ചി നിരോധിക്കണം, പശുവിന് ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? യോഗി ആദിത്യനാഥ് പെട്ടു. അതുപോലെ BJP നേതാക്കന്മാര് പെട്ടു. അവർ പറയാ അതിന്റെ ആവശ്യമില്ല. യോഗി ആദിത്യനാഥ് പറയുകയാണ്, സംഭവം ഞങ്ങളുടെ ദൈവമൊക്കെയാണ്, പക്ഷെ അതിനെ ദേശീയ മൃഗമായിട്ടൊന്നും പ്രഖ്യാപിക്കില്ല, അതിനെ അങ്ങനെ തന്നെ ഞങ്ങളത് നോക്കിക്കോളാം എന്ന് പറയുന്നു. മറ്റൊരു BJP നേതാവ് പറയുന്നു, ഒരു 14 വർഷമൊക്കെ അമ്മയായിട്ട് കൂട്ടാം, അതിനുശേഷം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടു. കാര്യം കണ്ടിക്കാൻ പറ്റില്ല, ദേശീയ മൃഗമാണെങ്കിൽ അതിനെ കണ്ടിക്കാൻ പറ്റില്ല, അതിനെ കയറ്റുമതി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ബിസിനസ് പൊളിയും. Z എന്ന് പറയുന്ന കച്ചവടക്കാരന്റെ ലാഭം കിട്ടില്ല. സംഗതി പിടികിട്ടിയില്ലേ? ഇതാണ് മോനെ കച്ചവടം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ കച്ചവടം മനസ്സിലാക്കി നിങ്ങൾ ഇനിയെങ്കിലും ഈ പാവപ്പെട്ട ഇവിടെയും ബീഫ് കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആളുകളെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാതെ ഇല്ലെങ്കിൽ ഉപദ്രവിക്കാതെ, തന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അവരാണ്, അത് ലാഭം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾ ചോദിക്കണം. സർ, ശ്രീ നരേന്ദ്രമോദി സർ, അമിത്ഷാ സർ, യോഗി സർ, ചോദിക്കണം. നിങ്ങൾ BJP നേതാക്കന്മാർ ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇവിടെ പശുവിനെ ആരും കശാപ്പ് ചെയ്യില്ലല്ലോ, ആരും അതിനെ അറക്കില്ലല്ലോ, അല്ലെങ്കിൽ ആരും അതിനെ കൊല്ലില്ലല്ലോ. നമുക്കതിനെ ദേശീയ മൃഗമാക്കി നല്ലപോലെ പരിപാലിച്ച് വളർത്താൻ കഴിയുമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, ഇനി നിങ്ങൾക്ക് അതിന് ചോദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പോസ്റ്റിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക, അങ്ങനെയെങ്കിലും പ്രതികരിക്കുക, നിങ്ങൾ ചോദിക്കുക, അങ്ങനെയെങ്കിലും നിങ്ങൾ പ്രതികരിക്കുക. അപ്പോ ജനങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ എല്ലാവരും മന്ദബുദ്ധികളല്ലെന്നും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്നും അവർ ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾ മനസ്സിലാക്കും. പശുവിന്റെ പേരിലൊന്നും ആരെയും കൊല്ലല്ലേ, ആരെയും അടിച്ച്, അറിയാം അഖ്ലാഖിനെ പോലുള്ള ആളുകളൊക്കെ ഇവിടെ മരിച്ച രാജ്യമാണ് ഇന്ത്യ. പലരെയും റോഡിലൂടെ കെട്ടി വലിച്ചിട്ടുണ്ട്, പല കച്ചവടക്കാരെയും റോഡിൽ തടഞ്ഞു നിർത്തി കത്തിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന സംഭവമല്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ ചില നേതാക്കന്മാരുടെ കോടികളെ ലാഭമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പോവാതെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.